ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. മെഗാ ഓപ്ഷന് ശേഷമുള്ള ഒരു IPL ആയിരുന്നു കഴിഞ്ഞ തവണ നടന്നിരുന്നത്. RCB ആണ് കിരീടം നേടിയിട്ടുള്ളത്. എന്നാൽ CSK പോലെയുള്ള ചില ടീമുകൾ ആരാധകരെ നിരാശപ്പെടുത്തുകയും ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം സീ ന്യൂസ് ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് പകരക്കാരായി വന്നുകൊണ്ട് മികച്ച പ്രകടനം നടത്തിയ ചില താരങ്ങൾ IPL-ലുണ്ട്. അങ്ങനെ IPL ടീമുകൾ അടുത്ത സീസണിലേക്ക് നിലനിർത്താൻ സാധ്യതയുള്ള ചില താരങ്ങളുടെ ലിസ്റ്റാണ് ഇവർ പ്രസിദ്ധീകരിച്ചിട്ടുള്ളത്. 4 താരങ്ങളെയാണ് ഇവർ കണ്ടെത്തിയിട്ടുള്ളത്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ താരം അത് ആയുഷ് മാത്രയാണ്. പരിക്കേറ്റ രുദ്രാജ് ഗൈക്വാദിന് പകരമായിക്കൊണ്ടായിരുന്നു ആയുഷിനെ ചെന്നൈ കൊണ്ടുവന്നത്. 17 വയസ്സുള്ള ഈ താരം മികച്ച പ്രകടനമാണ് CSKക്ക് വേണ്ടി നടത്തിയിട്ടുള്ളത്. 7 മത്സരങ്ങളിൽ നിന്ന് 240 റൺസ് അദ്ദേഹം നേടി. 188 ആണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ അടുത്ത ലേലത്തിന് മുൻപ് CSK ഇദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇനി രണ്ടാമത്തെ താരം അത് കോർബിൻ ബോഷ് ആണ്. പരിക്കേറ്റ ലിസാർഡ് വില്യംസിന് പകരമായിക്കൊണ്ടായിരുന്നു മുംബൈ ഇന്ത്യൻസ് ഈ താരത്തെ കൊണ്ടുവന്നിട്ടുള്ളത്. ഈ സൗത്ത് ആഫ്രിക്കൻ ഓൾറൗണ്ടർ പിന്നീട് മുംബൈ ഇന്ത്യൻസിന് ഒരു മുതൽക്കൂട്ടായി മാറി. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ നിലനിർത്താൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് ഡിവാൾഡ് ബ്രവിസ് ആണ്. അതായത് ഗുർജപ്രീത് സിംഗിന് പരിക്കേറ്റതോടു കൂടിയാണ് ഈ താരത്തെ CSK കൊണ്ടുവന്നിട്ടുള്ളത്. മികച്ച പ്രകടനമാണ് 22കാരനായ ഈ താരം പുറത്തെടുത്തത്. 6 മത്സരങ്ങളിൽ നിന്ന് 225 റൺസാണ് അദ്ദേഹം സ്വന്തമാക്കിയത്. 180 ആണ് അദ്ദേഹത്തിന്റെ ഒരു സ്ട്രൈക്ക് റേറ്റ് വരുന്നത്. ഇദ്ദേഹത്തെ CSK നിലനിർത്താൻ തന്നെയാണ് സാധ്യതകൾ ഉള്ളത്. ഇനി നാലാമത്തെ താരം അത് ഷർദുൽ താക്കൂർ ആണ്. മൊഹസിൻ ഖാന് പരിക്കേറ്റതോടു കൂടിയാണ് ലക്നൗ സൂപ്പർ ജയൻസ് താക്കൂറിനെ കൊണ്ടുവന്നിട്ടുള്ളത്. 2 കോടി രൂപയായിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വന്നത്. 13 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. ഒരു താരതമ്യേന ലോ പ്രൈസ് ആയതിനാൽ ലക്നൗ സൂപ്പർ ജയൻസ് ഇദ്ദേഹത്തെ നിലനിർത്താൻ തന്നെയാണ് സാധ്യത. ഇങ്ങനെയാണ് ഇവർ പ്രസിദ്ധീകരിച്ച 4 താരങ്ങൾ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താം. വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.